തോന്നില്ലടാ. ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് ഓച്ചിറയിൽ നിന്ന് ഗവിയിലേക്കുള്ള യാത്രയാണ്. നമ്മളിനി നമുക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഓച്ചിറയിൽ നിന്ന് നമ്മൾ പത്തനംതിട്ട വരെ വണ്ടി പോകും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബസ്സിൽ. അപ്പം 92 കിലോമീറ്റർ കാടിനുള്ളിൽ തന്നെ ഇതേക്ക് ടാറ്റാ. അങ്ങനെ നീണ്ട ഒരു മണിക്കൂർ അല്ലേ? ഒരു മണിക്കൂർ. അപ്പോൾ ആ 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 3 മണിക്ക് അല്ലേ? ഇപ്പോൾ സമയം 4:30. 4:45. നമ്മളെത്ര 3:30 ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി ഇനി 5:30 ഉള്ളത്. 5:30 ഞങ്ങൾ ബസ്സിനായി ഇങ്ങനെ നോക്കിയിരിക്കുക. ഹെൽമെറ്റൊക്കെ കറക്റ്റ് വണ്ടിക്കകത്ത് വരുന്നവർ ഇവിടെ സെക്യൂരിറ്റി ഏൽപ്പിച്ചാൽ മതി. ഹെൽമെറ്റൊക്കെ അതാകുമ്പോഴത്തേക്ക് ഞങ്ങൾ വണ്ടി ഇവിടെ തന്നെയാണ് വെച്ചത്. ഇതാക്കി വെക്കാം. എന്തായാലും അങ്ങോട്ട് നോക്കത്തില്ല. ബസ്സൊക്കെ എടുക്കുന്നേ ഉള്ളൂ. അതേ ഉള്ളു. എടാ ഇത് എന്തുവാന്ന് വെച്ചാലേ, ഇതിൽ ഈ 10 മിനിറ്റ് മുന്നേ ഇത് പിടിച്ചെടുത്തുള്ളൂ. അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് വരുന്നത്. കറക്റ്റ് വരികയാണെങ്കിൽ കറക്റ്റ് കിട്ടും. ഒരു പത്തനംതിട്ടയിൽ നിന്നും വണ്ടി സ്റ്റാർട്ട് ചെയ്തല്ലേ? വണ്ടി എടുത്താ നമ്മൾ ഇങ്ങോട്ട് നീങ്ങി മാറിക്കിടക്കുന്ന അല്ല. എന്നാലും സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കൊക്കെ നോക്കിയാണ്ടോ? സീറ്റൊക്കെ ഒഴിയണം. സീറ്റൊക്കെ മൊത്തത്തിൽ ഒഴിയണം. ഈ വണ്ടി കുറച്ചുകൂടെ ഒന്ന് 3 സീറ്റുള്ള വണ്ടിയൊക്കെ ആക്കാമായിരുന്നു. അതൊരു ശരിയാണ്. അങ്ങനെ നമ്മൾ പറയാം. ഇപ്പോൾ 2 വണ്ടി ഉണ്ടല്ലോ. ഇപ്പോൾ 5:30 ഒരു വണ്ടിയുണ്ട്. കേട്ടോ 400 ഒരാൾക്ക് ശരിയാ. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് 416 ഒരാൾക്ക് 198. പിന്നെ വേറെ എന്തോ ഇത് വരുന്നത്. അത് ശരിയാ, ഇത്ര വരുന്നുണ്ട്. ഫുഡ് നല്ലതായിരുന്നു അല്ലേടാ? ഫുഡ് കുഴപ്പമില്ലായിരുന്നു. 15 മിനിറ്റ് ഉള്ളതാണ് റിസോർട്ടല്ല. പോവാം. ഇവിടുന്ന് നേരെ പോകുന്നതാണ് ഗവി ചെക്ക് പോസ്റ്റ്. ഇങ്ങനെ ചരിഞ്ഞിരുന്നില്ലേ തലയും വല്ലം വന്നേ ഉള്ളൂ. ഇവിടെ പാറ ഇനി മാത്രം വലിയ പാറ. അതെല്ലാം കുടിയില്ലേ? അടിപൊളിയല്ലേ? ശരിയാ, ഒരു ആനയെങ്കിലും കണ്ടു കിട്ടിയത് ഇന്നേയും കാര്യമുണ്ട്. ആനയെ പേടിപ്പോയി ലാസ്റ്റ്
പോയിട്ട് ഒരു എലി പോലും കാണുന്നില്ലല്ലേ, വന്ന വെറുതെ. കല്ലും ഇതൊക്കെ ഉണ്ട്. അവിടെ ആരാണ്ട് ഉണ്ടോ? ട്രൈബൽസ്. അണക്കെട്ടോട്ട് പോകാൻ ആ നമ്മളിപ്പോൾ അണക്കെട്ടോട്ട് മൂഴിയാർ ഡാം. വെള്ളമൊക്കെ പറ്റിയിരിക്കുകയാണല്ലേ. മൂഴിയാർ ഡാം. ആ ഹാ 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 ഹാ. ഓ അടിപൊളി. നിതിമോനെ നമ്മളിങ്ങനെ ചുറ്റിങ്ങ എത്തിയില്ലേ? നമ്മളിതിൻ്റെ മേളിൽ നിന്നാണ് വന്നേ അല്ലേ? അവിടുന്ന് നമ്മൾ ചുറ്റിങ്ങ എത്തിയേ. കക്കി ഡാം 23 കിലോമീറ്റർ കേട്ടോ. കക്കി ഡാം 23 കിലോമീറ്റർ കാണിക്കുന്നു. ആണ്ട കക്കി ഡാം 23 കിലോമീറ്റർ. ആ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഗവി. ഓ ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഏതാ? ആ ഹാ 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 ഹാ. ഡാമെല്ലാം കെട്ടിയിട്ട് ഈ ഒരു പവർ ഹൗസിന് വേണ്ടിയാണ് ഉണ്ടാക്കാനാണ്. അതാണ് പവർ ഹൗസ്. ഓക്കെ, പവർ ഹൗസ്. പവർ ഹൗസ്. ആ പെൻ സ്റ്റോക്ക്. പവർ ഹൗസിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പായത്. പെൻ സ്റ്റോക്ക് പൈപ്പ്. ആ അതന്നെ. മുകളിൽ ഡാമുണ്ട്. ആ ഡാമിൽ നിന്ന് വെള്ളം എത്തിക്കണം. വഴി ഇവിടെ നിന്നല്ല, ഡാം കുറെ കൂടി പോകണം. ഇത് നോക്ക്, ഇത് നോക്ക്, ഇത് ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. എന്റെ പൊന്നടാ, എന്തുവാടാ ഇത്? നിതിമോനെ എത്ര അടി പോകണോടാ? ഇതൊക്കെ രവിയിലേക്ക് കാറ്റുന്നുണ്ട്. രവിയിൽ സ്ഥലത്തൊന്നും കാണാനില്ല. പോണ വഴിക്ക് കാണാനുള്ളത്. ആഹാ. കരിമ്പുലി. ആ കരിമ്പുലി. 2 ആഴ്ച മുമ്പ് പുലിയൊക്കെ പുലിയെ. പുതിയ നമ്മുടെ വണ്ട മുന്നേ കൂടെ ആ സ്റ്റാർട്ട് ചെയ്യുന്ന താഴേക്ക്. അത് 3 പൈപ്പ് കണ്ടില്ലേ? അത് ഇവിടുന്ന് പെൻഷൻ പൈപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആ പൈപ്പ് ഇവിടെ വരെ വെള്ളം വരുന്ന ഭൂമി കെട്ടി തുറക്കത്തിൽ കൂടെ. അത് ഇവിടുന്ന് 3 പൈപ്പാണ് താഴേക്ക്. നമ്മൾ ആദ്യത്തെ ഒരു ഡാം കാണാം. നോക്കി അങ്ങോട്ട് നോക്കി. ആഹാ, അതുകൊണ്ട് കണ്ട് 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 ഒരു പൊട്ട് പോലെ അല്ലേ? ചെറുതായിട്ട് കാണാം. കണ്ട് കണ്ട് നമ്മളിവിടെ വരെ കയറി വന്നു. ഒരു മല കാണിച്ചില്ലേ അവിടെ? ആ ഈ മലയത്. എത്ര കുരങ്ങന. ദൂരം ചെല്ലുന്നത് ആ മല ചെറുതായിട്ട് ഇനിയിപ്പം അത് ചെറുതാണ്. നമ്മൾ 5 മിനിറ്റ് ഇറങ്ങി വേണേ ഫോട്ടോ എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ.
അതുകൊണ്ടായിരിക്കും മറ്റു വണ്ടികളൊന്നും കയറ്റി വിടാത്തത്. ഇതുവഴി പോലെന്ന് പറഞ്ഞത്. ആ അതാ ഗഡ്കറി. ഇവിടെ റേഞ്ച് ഉണ്ട്. ആ ഇവിടെ റേഞ്ചൊന്നുമില്ല. ആ റേഞ്ച് ചോദിച്ചാൽ മോന്തെന്ന് കാണിച്ചേ. ഇതുവഴി എന്താ താഴോട്ട്? ബാ ഇതുവഴി ഏരിയ എന്തിൻ്റെ ഓ മണിയല്ലേ? അത് ശരിയാ. ടൈഗർ റിസർവിൻ്റെ ഏരിയ. കീഴിൽ കയറി വന്ന് മൂഞ്ചി. ഇത് മോനെ ഇങ്ങോട്ട് നോക്കടാ. ഇത് ഡാമാന്ന് പറഞ്ഞു. കക്കി ഡാമിൽ മോനെ ഇതാരാ പറഞ്ഞ ബസ് നിർത്തത്തില്ലെന്ന്? ഏതോ വെകളി പിടിച്ചവന്മാർ പറയുന്നു പാക്കേജ് എടുത്താലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ശബരിമല അതോ മഞ്ഞ് കയറി കിടക്കുന്ന മല. ആ മകരവിളക്ക് ദിവസം ഉണ്ടല്ലോ, ഈ ഡാം ഇരുന്ന് കഴിഞ്ഞാൽ വിളക്ക് കാണാൻ അനുകൂലമാണല്ലോ, കാലാവസ്ഥ അനുകൂലമാണല്ലോ. കക്കി ഡാം എല്ലാം കിടിലം വ്യൂ. വലിയ ഒരു ബോട്ട് കിടക്കുന്നുണ്ട്. മീൻപിടുത്തമൊക്കെ ഉണ്ടോന്നു. നമ്മളവിടെ ഇത്രയും കാലാവസ്ഥ. ആ അതാ നമ്മുടെ അവിടെ മരങ്ങൾ കുറവാ, അതായിരിക്കും. ഇവിടെ ഇവിടെ ഇതല്ലേ കാടും ഇതുമല്ലേ, അതായിരിക്കും ഇവിടെ നല്ല തണുപ്പ് പച്ചപ്പും ഇതുമൊക്കെ വരുന്നത്. ആഹാ വേണ്ട ഒരു കാറ് കിടക്കുന്നല്ല, ഒരു കാറ് കിടക്കുന്നല്ല. ആണോ? ആ ആ ആ JCBയുടെ 100 കുളമുണ്ട്, മീൻ വളർത്തുന്ന കുളമാണ്. ആ വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ അത് ഫ്ലോട്ടിങ്, വെള്ളം പൊങ്ങുന്ന ഇത് പൊങ്ങും, ഫ്ലോട്ടിങ്. അത് ഇപ്പം മീൻ കുഞ്ഞുങ്ങളൊന്നും ഇല്ല. മീൻ കുഞ്ഞുള്ളപ്പോൾ അതിൻ്റെ മോള് വല കൊണ്ട് മൂടും. ഫ്ലോട്ടിങ് വെള്ളം പൊങ്ങുമ്പോൾ അത് പൊങ്ങും. അപ്പോൾ അടിവശം അത് അടിവശം ഇതിൻ്റെ ഒരു പാട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ കേൾക്കട്ടെ മൊത്തം. ആ പാറാടെ. ആ പാറാടെ കല്ല് പൊട്ടിച്ച ഡാമിലാണ് ഉണ്ടാക്കിയത്. തെക്കോപ്പാറ എന്ന് പറയും. അത് തിരിച്ചിരുന്നോട്
കയറി ഈ കല്ല് പിടിച്ചത്. ഇത് പഴയ ഇതായിരിക്കും അല്ലേ? പഴയ ഡാമിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ പരിപാടികളൊക്കെ ആയിരിക്കും. ഇതല്ലേ ഈ ഡാമിന്റെ തൊട്ടുമുമ്പില്ലേ രണ്ടാം ഡാം, ഇവിടെ കോമണായ ഷട്ടറായിരുന്നു. ഇവിടെ എന്താ വരണ്ട് കിടക്കുന്നു? അവിടെ വെള്ളം കൂടിയാൽ ഇവിടെ തുറന്നിട്ടാണ് ആ വെള്ളം കുറയും. രണ്ട് കണക്ട് ചെയ്തിരുന്നു. നോക്കിയാൽ ഷട്ടർ കാണാൻ അതിന്റെ ലെവൽ വാട്ടർ. ആ ലെവല് കാണാം. ഷട്ടർ ആ ചെക്ക് പോസ്റ്റ്. നിതിമോൻ ഓ ഇവിടെ ഡാമിൻ്റെ ഒരു വ്യൂ കാണാം. ആ അങ്ങനത്തെ കണ്ടില്ലേ? ആ അങ്ങനെയാണല്ലേ. ഇവിടെയൊക്കെ ആൾക്കാർ ഇത് വരാറുണ്ടോ തോന്നില്ലടാ. ആനപ്പിണ്ടൊക്കെ കിടക്കുന്നു. ഉണ്ടായിരുന്നു. ഇത് ആന ഇങ്ങോട്ട് വരുന്നുണ്ടോ? പിന്നെ ഉണ്ടാവല്ലേ? ആണ്ട് ഇത് കണ്ടില്ലേ ആനപ്പിണ്ടോ കിടക്കുന്നത്. പേര് നമുക്കില്ല, അങ്ങോട്ട് പോയി നോക്കാം. പാടാ ഇതിമോൻ രണ്ട് ടവള് ഫുള്ളാക്കി. ആഹാ അതുകൊണ്ടാണ് ഇത് കണ്ടോ കുരങ്ങല്ല. ഇതിനൊരു പേര് പറയില്ല. അണ്ണാനാ? അല്ല, കരിങ്കുരങ്ങ്. കരിങ്കുരങ്ങാ? കരിങ്കുരങ്ങ്. കരിങ്കുരങ്ങ് സിംഹവാലന. അങ്ങനെ ആടിപ്പോയി. ആ ഓരി മലയണ്ണ അല്ലേ? ഫോണങ്ങ് ചാടിപ്പോയി. ഓയിരിക്കുന്നു. ഇത് രണ്ടെണ്ണ മൂന്ന്. എന്തേ
അതിന്റെ അടിയിലുണ്ട്. ആ ഈ കാടുവും ഇതിനകത്തൊക്കെ എത്ര ചന്ദനത്തടിയാണ് ഇത്? ചന്ദനത്തടി ഉണ്ടാവും, കഞ്ചാവ് ഉണ്ടാവും, കഞ്ചാവുണ്ട്, ഒത്തിരി എല്ലാം കാണും. എല്ലാം ഉണ്ടാവും, ഔഷധങ്ങൾ എന്തും വേണ്ടി എല്ലാം ഉണ്ടാവും. ഇല്ലടാ തീരുമാനം എന്ത് ഇതിനകത്ത് അതെന്താ ഓയിരിക്കുന്നു ഇവിടെ നിറച്ചുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിലാണ് വരണ്ടേ. ആ അതാ അവിടെ അതവിടെ ഏതാ ഓണ്ടത് അവിടെ